കാക്കനാട് ഫ്ളാറ്റിലെ ഭക്ഷ്യവിഷബാധയിൽ 300-ലധികം പേർ ചികിത്സ തേടിയതായി കണക്കുകൾ. 5 വയസ്സിൽ താഴെയുള്ള 20 കുട്ടികൾക്കും വിഷബാധയേറ്റു. കുടിവെള്ളത്തിൽ നിന്നാണ് രോഗം പടർന്നതെന്നാണ് സംശയിക്കുന്നത്. ആരോഗ്യവകുപ്പ് ഫ്ളാറ്റിലെ ജലത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചു. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി കാക്കനാട് ഫ്ളാറ്റിലെ 340ഓളം പേരാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. ഛർദി, വയറിളക്കം തുടങ്ങിയവയാണ് കൂടുതൽ പേരിലും കണ്ട ലക്ഷണങ്ങൾ. കുട്ടികൾക്കും രോഗബാധയേറ്റിട്ടുണ്ട്. 5 വയസ്സിൽ താഴെയുള്ള 20 കുട്ടികൾക്കും രോഗബാധയേറ്റിട്ടുണ്ടെന്നാണ് ലഭ്യമാകുന്ന കണക്കുകൾ. കുടിവെള്ളത്തിൽ നിന്നാണ് ഇത്രയധികം പേർക്ക് രോഗബാധയേറ്റതെന്നാണ് സംശയിക്കുന്നത്. ഫ്ളാറ്റിലെ കിണറുകൾ, മഴവെള്ളം, ബോർവെൽ, മുനിസിപ്പൽ ലൈൻ തുടങ്ങിയവയാണ് പ്രധാന ജലസ്രോതസ്സുകൾ. ഇവയിൽ ഏതിൽ നിന്നാണ് രോഗം പടർന്നതെന്നാണ് കണ്ടെത്തേണ്ടത്. നിലവിൽ ഈ സ്രോതസ്സുകളെല്ലാം അടച്ച് ടാങ്കർ വഴി വെള്ളമെത്തിച്ചാണ് ഫ്ളാറ്റിലെ ജലോപയോഗം നടത്തുന്നത്. ആരോഗ്യവകുപ്പ് സ്ഥലത്തെത്തി ജലത്തിന്റെ വിവിധ സാമ്പിളുകൾ ശേഖരിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധനകളും ക്ലോറിനേഷൻ അടക്കമുള്ള നടപടികളും ഉണ്ടാകും. കൈരളി ന്യൂസ്, കൊച്ചി.